നമസ്കാരം. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നിയമനിർമ്മാണ അധികാരങ്ങളുടെ ഒരു ഡിവിഷൻ അല്ലെ വിഭജനം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ്? അതായത് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നിയമനിർമ്മാണ അധികാരങ്ങളുടെ ഡിവിഷൻ അത് 246 ആണ്. ആർട്ടിക്കിൾ 246. അടുത്ത ക്വസ്റ്റ്യൻ: ഓരോ സംസ്ഥാന സർക്കാരിനും പ്രത്യേകമായ ഒരു കൺസോളിഡേറ്റഡ് ഫണ്ട് ഉണ്ടായിരിക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? അതായത് സംസ്ഥാനത്തിന് എന്ത് വേണം? കൺസോളിഡേറ്റഡ് ഫണ്ട് ഉണ്ടായിരിക്കണം. അത് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? 266-ലാണ്. ഇനി ഒരു സംസ്ഥാന സർക്കാരിന് ആ സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെ സുരക്ഷയിൽ ഇന്ത്യക്കകത്ത് നിന്ന് പണം കടമെടുക്കാൻ സാധിക്കും. അത് ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിരിക്കുന്നത്? അതായത് സ്റ്റേറ്റിന് കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് ഇന്ത്യക്കകത്ത് നിന്ന് പണം കടം മേടിക്കാം. അത് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 293. അടുത്ത ക്വസ്റ്റ്യൻ: സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നതിനുള്ള അധികാരം എന്താണ്? അതിനാണ് നമ്മൾ അപ്രോപ്രിയേഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അപ്രോപ്രിയേഷൻ ആക്ട് പാസ്സാവാതെ സ്റ്റേറ്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ: രാഷ്ട്രപതിയുടെ അനുമതിക്കായിട്ട് അയക്കുമ്പോൾ ഒരു ബില്ലിനെ മണി ബിൽ എന്ന് സാക്ഷ്യപ്പെടുത്താൻ അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് ഒരു ബില്ല് അയക്കുന്നു. ആ ബില്ലിനെ ധനബില്ല് അല്ലെങ്കിൽ മണി ബിൽ എന്ന് സാക്ഷ്യപ്പെടുത്താൻ അധികാരമുള്ളത് ആർക്കാണെന്നാണ് ചോദ്യം. അത് ലോക്സഭാ സ്പീക്കർക്കാണ്. അടുത്ത ചോദ്യം: ബജറ്റിന്റെയും അക്കൗണ്ടുകളുടെയും അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനിക്കുന്നത് എന്താണ്? അതായത് ബഡ്ജറ്റിന്റെയും അക്കൗണ്ടും നോക്കിയിട്ട് തീരുമാനിക്കുന്ന കാര്യങ്ങൾ, അത് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് പ്രവർത്തനങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതോ വികസിപ്പിക്കുന്നതോ ന്യായമാണോ എന്ന് തീരുമാനിക്കാം. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ബജറ്റിന്റെയും അക്കൗണ്ടുകളുടെയും അടിസ്ഥാനത്തിൽ. അതിനനുസരിച്ച് നികുതി വർദ്ധിപ്പിക്കണോ കുറയ്ക്കണോ എന്ന് തീരുമാനിക്കാം. അപ്പോൾ ബഡ്ജറ്റും അക്കൗണ്ടും നോക്കിയിട്ടാണ് നികുതി വർദ്ധിപ്പിക്കണോ കുറയ്ക്കണോ എന്ന് തീരുമാനിക്കുക. അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതോ വികസിപ്പിക്കുന്നതോ ന്യായമാണോ എന്നും കൂടി ആലോചിക്കും. അടുത്ത ചോദ്യം: യഥാർത്ഥ അക്കൗണ്ടുകളിൽ വന്ന വർഗീയ ക്ലാസിഫിക്കേഷനിലെ പിശക് പരിഹരിക്കുന്ന മാർഗം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അക്കൗണ്ടിങ്ങിൽ ഒരു ക്ലാസിഫിക്കേഷനിൽ ഒരു തകരാറ് സംഭവിച്ചാൽ അത് പരിഹരിക്കുന്ന മാർഗത്തിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത്. അത് ട്രാൻസ്ഫർ എൻട്രികൾ, അക്കൗണ്ടിൽ ട്രാൻസ്ഫർ എൻട്രികൾ നടത്തിയിട്ടാണത് പരിഹരിക്കുന്നത്. അപ്പോൾ ആൻസർ ട്രാൻസ്ഫർ എൻട്രികൾ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ: പ്രതിമാസ സിവിൽ അക്കൗണ്ടുകളും വാർഷിക അപ്രോപ്രിയേഷൻ അക്കൗണ്ടുകളും സംസ്ഥാനത്തിന്റെ ഫിനാൻസ് അക്കൗണ്ടുകളും തയ്യാറാക്കുന്നതിന് ഉത്തരവാദിയായ അതോറിറ്റി ഏതാണ്? അപ്പൊ ഫിനാൻസ് അക്കൗണ്ട്, അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, സിവിൽ അക്കൗണ്ട് ഇതെല്ലാം തയ്യാറാക്കേണ്ടതിന്റെ ഉത്തരവാദി ആരാണ്? അക്കൗണ്ടന്റ് ജനറൽ ആണ്. ആൻസർ അക്കൗണ്ടന്റ് ജനറൽ. അടുത്ത ക്വസ്റ്റ്യൻ: ഫിനാൻസ് ആക്റ്റും ഫിനാൻസ് അക്കൗണ്ട്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശ്രദ്ധിച്ച് കേൾക്കണേ. ഫിനാൻസ് ആക്റ്റും ഫിനാൻസ് അക്കൗണ്ട്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആൻസർ: ഫിനാൻസ് ആക്ട് എന്നത് ബജറ്റ് പാസാക്കിയ ശേഷം നിയമസഭ വാർഷികമായി പാസാക്കുന്ന ഒരു നിയമമാണ്. ബജറ്റ് പാസാക്കിയതിനു ശേഷം അതാണ് ഫിനാൻസ് ആക്ട്. ഫിനാൻസ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടന്റ് ജനറൽ തയ്യാറാക്കി ഗവർണർക്ക് സമർപ്പിക്കുകയും പിന്നീട് നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന വാർഷിക അക്കൗണ്ടുകളാണ് ഈ ഫിനാൻസ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വെയ്സ് ആൻഡ് മീൻസ് എന്നത് എന്താണ്? വെയ്സ് ആൻഡ് മീൻസ്. ആൻസർ: റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള കുറഞ്ഞ പരിധിയിൽ താഴെ പോകാതെ ആവശ്യമായ പണലഭ്യത നിലനിർത്തുന്നതിനുള്ള മാർഗമാണ് ഈ വെയ്സ് ആൻഡ് മീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെയ്സ് ആൻഡ് മീൻസ് എപ്പോഴും
സർക്കാർ മിനിമം ബാലൻസുകൾ ട്രഷറികളിൽ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു മാർഗമാണ് വെയ്സ് ആൻഡ് മീൻസ്. അതായത് സർക്കാരിന്റെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടുന്ന തുക സർക്കാർ ഫണ്ടിൽ ബാക്കി വെക്കുന്ന രീതിക്കാണ് നമ്മൾ വെയ്സ് ആൻഡ് മീൻസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ കേന്ദ്ര സാമ്പത്തിക വർഷത്തിന്റെ ആദ്യത്തിൽ വരവ് കുറയുകയും ചെലവ് കൂടുകയും ചെയ്യും. ഇത്തരം ഘട്ടങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ റിസർവ് ബാങ്കിൽ നിന്നും വായ്പ എടുത്തിട്ടാണത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഒരു ഗ്രാന്റിൽ നിന്നോ അപ്രോപ്രിയേഷനിൽ നിന്നോ മറ്റൊരു ഗ്രാന്റിലേക്കോ അപ്രോപ്രിയേഷനിലോ തുക മാറ്റുന്നത് സാധിക്കുമോ? ഇല്ല, സാധിക്കില്ല. നമ്മളിത് പറഞ്ഞതാണ്. ഒരു ഗ്രാന്റിൽ നിന്ന് വേറൊരു ഗ്രാന്റിലേക്ക് ഇത് തുക മാറ്റാൻ പാടില്ല. ഒരു അപ്രോപ്രിയേഷനിൽ നിന്ന് വേറൊരു അപ്രോപ്രിയേഷനിലേക്ക്, അല്ലെങ്കിൽ ഒരു അലോട്ട്മെന്റിൽ നിന്ന് വേറൊരു അലോട്ട്മെന്റിലേക്ക് തുക മാറ്റാൻ പാടില്ല. ഇത് രണ്ടും പറ്റാത്തതാണ്. പിന്നെ എന്താ പറ്റുക? ഈ ഒരു ഹെഡിൽ നിന്ന് വേറൊരു ഹെഡിലേക്ക് മാറ്റാം. അതിനപ്പുറത്തേക്ക് ഒരു ഗ്രാന്റിൽ നിന്ന് വേറൊരു ഗ്രാന്റിലേക്ക്, അല്ലെങ്കിൽ ഒരു അലോട്ട്മെന്റിൽ നിന്ന് വേറൊന്നിലേക്ക് തുക മാറ്റുന്ന റീഅപ്രോപ്രിയേഷൻ വക മാറ്റുന്നതിന് അനുവാദമില്ല. അടുത്ത ചോദ്യം, ഒരു പാർലമെന്ററി സിസ്റ്റത്തിൽ സംസ്ഥാന സാമ്പത്തിക ഭരണത്തിന്മേലുള്ള മൊത്തത്തിലുള്ള നിയന്ത്രണ പ്രക്രിയ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഒരു പാർലമെന്ററി സംസ്ഥാനത്തിൽ ഒരു ഫിനാൻസ് കൺട്രോൾ, അത് നിയമനിർമ്മാണ കൺട്രോൾ, ലെജിസ്ലേറ്റീവ് കൺട്രോളാണ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഉണ്ട്, ഓഡിറ്റ് കൺട്രോൾ ഉണ്ട്. ഇതെല്ലാം ചേർന്നതാണ് ഒരു പാർലമെന്ററി സംവിധാനത്തിൽ ഒരു സംസ്ഥാനത്തെ സാമ്പത്തിക ഭരണത്തിന്മേലുള്ള മൊത്തത്തിലുള്ള കൺട്രോൾ എന്ന് പറയുന്ന ഈ മൂന്ന് ഘടകവും ചേർന്നതാണ് ലെജിസ്ലേറ്റീവ് കൺട്രോൾ, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ, ഓഡിറ്റ് കൺട്രോൾ. ഓക്കെ, ഓരോ ഗവൺമെന്റ്, അടുത്ത ചോദ്യമാണ്, അതിൻ്റെ കണക്കാക്കിയ വരവുകളുടെയും ചെലവുകളുടെയും ഒരു പ്രസ്താവന തയ്യാറാക്കി ആർക്കാണ് സമർപ്പിക്കുന്നത്? വരവും ചെലവിൻ്റെ പ്രസ്താവന തയ്യാറാക്കി സമർപ്പിക്കേണ്ടത് നിയമസഭയ്ക്കാണ്. അടുത്ത ചോദ്യം, വാർഷിക ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ബജറ്റായിട്ട്. അതൊന്നും പറയേണ്ട കാര്യമില്ല, നമുക്കറിയാം. ഇന്ത്യൻ യൂണിയനിലെ മന്ത്രിസഭയുടെ തലവൻ ആരാണ്? മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ്. താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ഇടപാടുകളാണ് ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെ ഭാഗമല്ലാത്തത്? അതായത് ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെ ഭാഗമല്ലാത്തത്, ഇവിടെ കൊടുത്തിരിക്കുന്ന ഉത്തരം സംസ്ഥാനം എന്നാണ്. അതായത് ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്നത് കേന്ദ്ര സർക്കാരിന്റെ വരുമാനവും ചെലവും ഉൾക്കൊള്ളുന്നതാണ്. സംസ്ഥാനത്തിൻ്റെത് വേറെയാണ്. അപ്പോൾ അത് ഒരു സംസ്ഥാനത്തിന്റെ ഫണ്ടുകൾ എന്ന് പറയുന്നത്, കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെ ഭാഗമല്ല. അടുത്ത ചോദ്യം, സർക്കാർ എടുക്കുന്ന വായ്പകളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ എന്തിനു കീഴിലാണ് കണക്കാക്കുന്നത്? അത് പബ്ലിക് ഡെറ്റ് ആണ് ആൻസർ. നമ്മളത് ആൻസർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അതായത് സർക്കാർ എടുക്കുന്ന വായ്പകളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ എന്തിനു കീഴിലാണ് കണക്കാക്കുന്നത്? അത് പബ്ലിക് ഡെറ്റ് എന്ന തലക്കെട്ടിലാണ് അത് കണക്കാക്കുന്നത്. പബ്ലിക് ഡെറ്റ്, ഡെറ്റ് എന്ന് പറയുന്നത് DEBT, ഡെറ്റ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന താഴെ പറയുന്നവരിൽ ആരാണ്? നമുക്കറിയാം, പാർലമെന്റിന്റെ ഇരുസഭകളും നിയമസഭകളും സംസ്ഥാനങ്ങളിലെ നിയമസഭകളും ചേർന്നിട്ടാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്രമന്ത്രിസഭയിലെ ആകെ മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ ആകെ അംഗങ്ങളുടെ എത്ര ശതമാനത്തിൽ കൂടാൻ പാടില്ല? 15% കൂടാൻ പാടില്ല. ഇപ്പൊ കേന്ദ്ര മന്ത്രിസഭയിലെ ആകെ മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് ലോകസഭയിലുള്ള ആകെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ 15% കൂടാൻ പാടില്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മളുടെ ഇതിലുള്ള ലോകസഭയിലുള്ള ആകെ അംഗങ്ങൾ, അവരുടെ 15% കൂടാൻ പാടില്ല ആകെ മന്ത്രിമാരുടെ എണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനങ്ങളുടെ ഭരണനിർവഹണ അധികാരം, അതായത് എക്സിക്യൂട്ടീവ് പവർ ആരിൽ നിക്ഷിപ്തമാണ്? സംസ്ഥാനങ്ങളുടെ എക്സിക്യൂട്ടീവ് പവർ നിക്ഷിപ്തമായിരിക്കുന്നത് ഗവർണറിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് കൺകറന്റ് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? നമ്മൾ പഠിച്ചതാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഷെഡ്യൂളിലാണ്? 7ാമത്തെ ഷെഡ്യൂളിലാണ്. 7ാം ഷെഡ്യൂളിലാണ് എന്തുള്ളത്? കൺകറന്റ് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ചോദ്യം,
കൺകറന്റ് ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ ഉൾപ്പെടാത്ത ഏതൊരു വിഷയത്തിലും നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. കൺകറന്റ് ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ ഉൾപ്പെടാത്ത ഏത് വിഷയത്തിലും നിയമനിർമ്മാണം നടത്തേണ്ടത് പാർലമെന്റാണ്. പാർലമെന്ററി ഭരണ സംവിധാനത്തിൽ ഒരു സംസ്ഥാനത്തെ സാമ്പത്തിക ഭരണത്തിന്റെ മൊത്തത്തിലുള്ള നിയന്ത്രണം ആരുടേതാണ്? മൊത്തത്തിലുള്ള പാർലമെന്ററി ഭരണ സംവിധാനത്തിൽ മൊത്തത്തിലുള്ള സാമ്പത്തിക ഭരണത്തിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് അത് ലെജിസ്ലേച്ചർ ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഓഡിറ്റ് ഉണ്ട്. ഇത് മൂന്നും ചേർന്ന് ലെജിസ്ലേച്ചർ, അഡ്മിനിസ്ട്രേഷൻ, ഓഡിറ്റ്, ഇത് മൂന്നും ചേർന്നതാണ് പാർലമെന്ററി ഭരണ സംവിധാനത്തിലെ ഒരു സംസ്ഥാനത്തെ സാമ്പത്തിക ഭരണത്തിന്റെ മൊത്തം കൺട്രോൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, യൂണിയനും സംസ്ഥാനവും തമ്മിലുള്ള നിയമനിർമ്മാണ അധികാരങ്ങളുടെ വിഭജനം ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ്? അത് നമ്മൾ പറഞ്ഞതെന്ന് തോന്നുന്നു. ആർട്ടിക്കിൾ 246. ഇന്ത്യൻ യൂണിയന്റെ ഭരണനിർവഹണ അധികാരം, എക്സിക്യൂട്ടീവ് പവർ ഇന്ത്യൻ യൂണിയന്റെ ആരിൽ നിക്ഷിപ്തമാണ്? അത് പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദി സ്റ്റേറ്റ് എന്തിനെയൊക്കെ ഉൾക്കൊള്ളുന്നു? സംസ്ഥാനത്തെ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഉൾക്കൊള്ളുന്നു? അതായത് ആൻസർ, സംസ്ഥാനത്ത് ലഭിക്കുന്ന എല്ലാ വരുമാനവും, ട്രഷറി ബില്ലുകൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ സംസ്ഥാനം എടുക്കുന്ന വായ്പകള്, താൽക്കാലിക സാമ്പത്തിക സഹായങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്നതാണ് സ്റ്റേറ്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി നിയമസഭ പാസ്സാക്കാതെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ കഴിയില്ല. അത് നിയമസഭ എന്താണ് പാസ്സാക്കേണ്ടത്? അതിനാണ് നമ്മൾ അപ്രോപ്രിയേഷൻ ബില്ല് എന്ന് പറയുന്നത്. അപ്പോൾ അപ്രോപ്രിയേഷൻ ബില്ല് പാസ്സാകാതെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ കഴിയില്ല. ഇത് പ്രത്യേകമാണ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് അത്. അതായത് സ്റ്റേറ്റിലെ നിയമസഭ പാസ്സാക്കാതെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ കഴിയില്ല. ഏത് പാസ്സാക്കാതെയാണ്? അതായത് പാസ്സാക്കേണ്ടത് അപ്രോപ്രിയേഷൻ ബില്ലാണ്. അടുത്ത ചോദ്യം, ഭരണഘടനയിലെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഒരു സംസ്ഥാനത്തിന് വായ്പ എടുത്ത് പണം കണ്ടെത്താൻ കഴിയുക? സ്വന്തമായിട്ട് വായ്പ എടുത്ത് പണം കണ്ടെത്താം. അതിൻ്റെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 293 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിയമസഭയിൽ ചർച്ച ചെയ്യാമെങ്കിലും വോട്ടിനിടാത്ത ഏകീകൃത കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള ചെലവുകൾക്കുള്ള കണക്കുകളെ എന്താണ് വിളിക്കുന്നത്? അതായത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള ചെലവാണ്, പക്ഷേ വോട്ടിനിട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ അതിന് വിളിക്കുന്ന പേരെന്താണ്? അതിനാണ് ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് വോട്ടിനിടാത്ത കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള ചെലവാണ് എന്ത്? ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അടുത്ത ചോദ്യം ഒരിക്കൽ കൂടി, അതിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: നിയമസഭയിൽ ചർച്ച ചെയ്യാമെങ്കിലും വോട്ടിനിടാത്ത കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള ചെലവുകൾക്കുള്ള കണക്കുകളെ എന്താണ് വിളിക്കുന്നത്? അതാണ് ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ. വോട്ടിനിടാത്ത എന്ന് മാത്രം ഓർത്താൽ മതി. ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാർഷിക നിധി നിർദ്ദേശങ്ങൾ അടങ്ങിയ ഫിനാൻസ് ബിൽ നിയമസഭ പരിഗണിച്ച് പാസാക്കുമ്പോൾ അത് എന്തായി അറിയപ്പെടുന്നു? അതായത് ഫിനാൻസ് ബില്ല് നിയമസഭ പാസ്സാക്കി കഴിഞ്ഞാൽ എന്തായി? അത് ഫിനാൻസ് ആക്റ്റായി മാറി. ഫിനാൻസ് ബില്ല് നിയമസഭ പാസ്സാക്കി കഴിയുമ്പോൾ അത് ഫിനാൻസ് ആക്റ്റായി മാറി. അടുത്ത ക്വസ്റ്റ്യൻ, ഗവൺമെന്റിന്റെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന്, ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്, ആവശ്യമായ രീതിയിൽ ദിവസേനയുള്ള പണലഭ്യത, അതായത് ഡെയിലി ക്യാഷ് ബാലൻസ് നിലനിർത്തുന്നതിനുള്ള രീതിയെ എന്താണ് വിളിക്കുന്നത്? നമുക്കറിയാം, ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള വേണ്ടുന്ന തുക സർക്കാർ ഫണ്ടിൽ ബാക്കി വെക്കുന്ന രീതിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെയ്സ് ആൻഡ് മീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റിസർവ് ബാങ്ക്, നമുക്കറിയാം റിസർവ് ബാങ്ക് ആക്ട് അനുസരിച്ച് സർക്കാർ മിനിമം ബാലൻസ് ട്രഷറികളിൽ
ഉറപ്പുവരുത്തേണ്ടതായിട്ട് ഉണ്ട്. ഇപ്പം വെയ്സ് ആൻഡ് മീൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദ്യങ്ങളിൽ. അടുത്ത ചോദ്യം, റിസോഴ്സ് ഓപ്പറേഷൻസ് എന്ന പ്രക്രിയ നടപ്പിലാക്കുന്നത് ആരാണ്? നമുക്കറിയാം റിസോഴ്സ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ചില ട്രഷറികൾ ചെലവിനാവശ്യമായി വരുന്നതിനേക്കാൾ പണം സൂക്ഷിക്കാറുണ്ട് ചില ട്രഷറികൾ. എന്നാൽ ചില ട്രഷറികളിൽ ആവശ്യത്തിൽ കുറവായിരിക്കും പണം. ഇവ പരിഹരിച്ചിട്ട് ഓരോന്നിനും ആവശ്യമായ തുക അനുവദിക്കുന്നതിനാണ് നമ്മൾ ശരിക്കും റിസോഴ്സ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇതാരാണ് നടപ്പിലാക്കുന്നത്? അത് RBIയുടെ കറൻസി ഓഫീസറാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ വ്യവസ്ഥകൾ പ്രകാരം നിയമസഭയും കേന്ദ്ര സർക്കാരും നിശ്ചയിക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായി എന്തിന്റെ സെക്യൂരിറ്റിയിലാണ്, സുരക്ഷയ്ക്കാണ് ഒരു സംസ്ഥാനത്തിന് രാജ്യത്തിനകത്ത് നിന്ന് വായ്പ എടുക്കാവുന്നത്? അപ്പോൾ നമുക്ക് സംസ്ഥാനത്തിന് കൺസോളിഡേറ്റഡ് ഫണ്ട് വേണം. ആ കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംസ്ഥാനത്തിന് രാജ്യത്തിനകത്ത് നിന്ന് വായ്പ എടുക്കാവുന്നത്. രാജ്യത്തിന് പുറത്തു നിന്ന് സംസ്ഥാനങ്ങൾക്ക് വായ്പ എടുക്കാൻ പെർമിഷൻ ഇല്ല. അത് പ്രത്യേക അനുമതി കേന്ദ്ര ഗവൺമെന്റ് വേണം. അപ്പോൾ അതിന്റെ ആൻസർ ഏതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്? കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ രാജ്യത്തിനകത്തു നിന്ന് പണം വായ്പ എടുക്കുന്നത്. ഇനി ജനാധിപത്യത്തിന്റെ പ്രധാന സവിശേഷത എന്നത് എക്സിക്യൂട്ടീവ് ആർക്ക് മുമ്പിൽ ഉത്തരവാദിത്തമുള്ളതെന്നാണ്. അപ്പോൾ നമുക്കറിയാം നിയമസഭയാണ് നിയമങ്ങൾ പാസ്സാക്കുന്നത്, അതായത് ലെജിസ്ലേറ്റീവ് അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ. അവര് നിയമസഭ പാസ്സാക്കി കഴിഞ്ഞാൽ അത് ഭരണകൂടമാണ് നടപ്പിലാക്കുന്നത്. അത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ പിന്നെ എക്സിക്യൂട്ടീവ് ആരോട് ഉത്തരവാദിത്തം കാണിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിയമസഭയോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കും. നിയമസഭ നിയമങ്ങൾ പാസ്സാക്കുന്നു, കാര്യങ്ങൾ പാസ്സാക്കുന്നു. അത് നടപ്പിലാക്കേണ്ടത് ആരാണ്? ഭരണകൂടമാണ്, അഥവാ എക്സിക്യൂട്ടീവാണ്. അപ്പൊ എക്സിക്യൂട്ടീവ് എപ്പോഴും നിയമസഭയോട് ഉത്തരവാദിത്തം കാണിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോ ഇന്ത്യയിലെ സാമ്പത്തിക ഭരണരംഗത്ത് ഭരണകൂടം നിയമസഭയോട്, അതായത് എക്സിക്യൂട്ടീവ് നിയമസഭയോട് ഉത്തരവാദിത്തമുള്ളതാണെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ഉപകരണം ഏതാണ് എന്നാണ് ചോദ്യം. ഇത് നിർബന്ധമാണ്. നമ്മൾ നിയമസഭയും ഭരണകൂടവും ഒരുമിച്ച് പോണം. നിയമസഭ കണ്ട എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ടത് ഭരണകൂടമാണ്, അഥവാ എക്സിക്യൂട്ടീവാണ്. ആ എക്സിക്യൂട്ടീവ് നിയമസഭയോട് പൂർണ്ണമായി ഉത്തരവാദിത്തമുള്ള കാണിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതും ആവശ്യമാണ്. അതിനുള്ള ഉപകരണം ഏതാണെന്നാ ചോദ്യം. ആ ഉപകരണമാണ് CAG, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഈ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇക്കാര്യങ്ങൾ മുഴുവൻ പരിശോധിക്കും. അതായത് നിയമസഭ പാസാക്കിയ നിയമസഭയോട് ഈ ഭരണകൂടത്തിന്, എക്സിക്യൂട്ടീവിന് ഉത്തരവാദിത്തമുണ്ടോ, ഇത് പരിശോധിക്കുന്നത് ആരാണ്? കണക്കുകളിലൂടെ ഇത് പരിശോധിക്കുന്നേ ഉള്ളൂ, CAG ആണ്. അടുത്ത ചോദ്യം, ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സർക്കാരിന്റെ വരവുകളും ചെലവുകളും കാണിക്കുന്നത് ഏതില്ലമായിട്ടാണ്? അത് കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിൻജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്. അത് നമ്മൾ നേരത്തെ മുതലേ പറയുന്നതാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടാത്തത്? അത് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രോവിഡന്റ് ഫണ്ടാണ്, ബാക്കിയെല്ലാം കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് വരുന്നത്. പ്രോവിഡന്റ് ഫണ്ടിലെ എമൗണ്ട് യാതൊരു കാരണവശാലും കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നില്ല. അടുത്ത ചോദ്യം, സംസ്ഥാനത്തിന്റെ കണ്ടിൻജൻസി ഫണ്ട് ആരുടെ വിനിയോഗത്തിലാണ് ആയിരിക്കുക? കണ്ടിൻജൻസി ഫണ്ടിന്റെ ഒരു ഉത്തരവാദിത്തം ആർക്കാണ്? ആരാണ് അത് വിനിയോഗിക്കുക എന്നാണ് ചോദ്യം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് അല്ല, കണ്ടിൻജൻസി ഫണ്ട് ആരുടെ വിനിയോഗത്തിലാണ് ഉണ്ടാവുക? അത് ഗവർണറുടെയാണ്, ഓർത്തിരിക്കണം, ഗവർണറുടെ. അടുത്ത ചോദ്യം, ഒരു സംസ്ഥാനത്തിനു വേണ്ടി അതിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള പണിമുടപാടുകൾ സാധാരണയായി ക്രമീകരിക്കുന്നത്
ഇടപാടുകൾ നടക്കുന്ന സംസ്ഥാനത്തെ ഏത് വിഭാഗത്തിലൂടെയാണ്? സംസ്ഥാനത്തിന് വേണ്ടി ചെയ്യുന്നതെല്ലാം അത് ക്രമീകരിക്കുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യ ഗവൺമെന്റിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും റിസോഴ്സ് ഓപ്പറേഷന്റെ നിയന്ത്രണം ആരിൽ നിക്ഷിപ്തമാണ്? അത് റിസോഴ്സ് ഓപ്പറേഷന്റെ നിയന്ത്രണം അത് നടപ്പിലാക്കുന്നത് ഓരോ സ്ഥലത്തെയും കറൻസി ഓഫീസർമാരാണ്. മൊത്തത്തിൽ പറയുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് ഈ ഇന്ത്യ ഗവൺമെന്റിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും റിസോഴ്സ് ഓപ്പറേഷന്റെ ഒരു നിയന്ത്രണം എന്ന് പറയുന്നത്. റിസോഴ്സ് ഓപ്പറേഷൻ ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ട്രഷറിയിലെ ക്യാഷ് ഫ്ലോ കറക്റ്റായിട്ട് ഉറപ്പുവരുത്തുന്നതാണ് ഈ റിസോഴ്സ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ട്രഷറികളിൽ ആവശ്യമായ തുക കുറവില്ലാതെ ചിലയിടത്തു നിന്ന് കൂടുതലുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ട്രഷറിയിൽ ക്യാഷ് ഫ്ലോ കറക്റ്റ് ആക്കുക. അതാണ് റിസോഴ്സ് ഓപ്പറേഷൻസ്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പ്രധാന സവിശേഷത? വീണ്ടും അതേ ചോദ്യമാണ്. വെയ്സ് ആൻഡ് മീൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വെയ്സ് ആൻഡ് മീൻസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻസർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിശ്ചയിച്ചിട്ടുള്ള കുറഞ്ഞ പരിധിക്കുള്ളിൽ ഗവൺമെന്റിന്റെ ദൈനംദിന പണലഭ്യത നിലനിർത്തുന്ന രീതിയാണ് വെയ്സ് ആൻഡ് മീൻസ്. ഗവൺമെന്റിന്റെ ദൈനംദിന പണലഭ്യത നിലനിർത്തുന്ന രീതിയാണ് വെയ്സ് ആൻഡ് മീൻസ്. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും അതൊക്കെ നമ്മൾ വീണ്ടും ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനി കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള ചെലവുകളെ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്? അത് പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ചാർജ്ഡ് എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പ് നടക്കാത്ത ചാർജ് ചെയ്യപ്പെട്ട ഇനങ്ങളാണ് ചാർജ്ഡ്. രണ്ടാമത്തത് വോട്ടഡ്. രണ്ട് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള ചെലവുകളെ രണ്ടാക്കി തിരിച്ചിരിക്കുന്നു. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ, മറ്റൊന്ന് വോട്ടഡ് ആണ്. ഈ ചാർജ്ഡ് എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് നടക്കാത്ത ചെലവുകളുടെ കണക്കാണ്. അപ്പോൾ വോട്ടഡും ചാർജ്ഡും ആണ്. അടുത്ത ചോദ്യം. എല്ലാ ട്രഷറികളിലും ആവശ്യകതകൾ നിറവേറ്റാൻ എപ്പോഴും മതിയായ ഫണ്ട് ഉണ്ടെന്ന് ഉറപ്പാക്കാൻ നടത്തുന്ന ക്രമീകരണങ്ങൾക്കാണ് പറയുന്ന പേരാണ് റിസോഴ്സ് ഓപ്പറേഷൻ. ആൻസർ റിസോഴ്സ് ഓപ്പറേഷൻ. സംസ്ഥാന ഗവൺമെന്റിന്റെ റിസോഴ്സ് ഓപ്പറേഷൻസ് നിയന്ത്രിക്കുന്നത് ആരാണ്? അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അടുത്ത ചോദ്യം. തങ്ങളുടെ അധികാര പരിധിയിലുള്ള എല്ലാ ട്രഷറികളിലും ആവശ്യത്തിന് നാണയങ്ങളും നോട്ടുകളും ലഭ്യമാണെന്ന് ഉറപ്പാക്കാൻ അധികാരപ്പെട്ട അധികാരി ആരാണ്? ഇപ്പോൾ ട്രഷറിയിലെ ക്യാഷ് ഫ്ലോ നോക്കുന്നയാള് കറൻസി ഓഫീസർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അടുത്ത ചോദ്യം. ചെലവുകളുടെ ഔപചാരികതയ്ക്കപ്പുറം അതിൻ്റെ വിവേകം, വിശ്വസ്തത, സമ്പദ് വ്യവസ്ഥ എന്നിവ പരിശോധിക്കുന്ന ഓഡിറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ ഓഡിറ്റിനെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട്. അത് ഒന്ന് റെഗുലാരിറ്റി ഓഡിറ്റ്, രണ്ട് പ്രൊപ്രൈറ്റി ഓഡിറ്റ്, മൂന്ന് എഫിഷ്യൻസി പെർഫോമൻസ് ഓഡിറ്റ്. അങ്ങനെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ചെലവുകളുടെ ഔപചാരികതയല്ല നോക്കുന്നത്, അതിൻ്റെ വിവേകവും വിശ്വസ്തയും സമ്പദ് വ്യവസ്ഥ എന്നിവ പരിശോധിക്കുന്ന ഓഡിറ്റ് ഏതാണെന്നാണ്. അത് പ്രൊപ്രൈറ്റി ഓഡിറ്റാണ്. അപ്പോൾ ഈ പ്രൊപ്രൈറ്റി ഓഡിറ്റും റെഗുലാരിറ്റി ഓഡിറ്റിനെയും കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ഇതിൻ്റെ അവസാനം പറയാം. അടുത്ത ചോദ്യം. പ്രസിഡന്റ് കാലാകാലങ്ങളിൽ നിയമിക്കുന്ന ഫിനാൻസ് കമ്മീഷൻ ശുപാർശകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും എങ്ങനെയാണ് അറിയിക്കുന്നത്? ഉത്തരം. കമ്മീഷൻ സമർപ്പിക്കുന്ന ഓരോ ശുപാർശയും, അതായത് ഫിനാൻസ് കമ്മീഷൻ സമർപ്പിക്കുന്ന ഓരോ ശുപാർശയും അതിന്മേൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ചുള്ള വിശദീകരണക്കുറിപ്പോടുകൂടി പാർലമെന്റിന്റെ ഓരോ സഭയുടെയും മുൻപാകെ പ്രസിഡന്റ് സമർപ്പിക്കണം. ഇപ്പോൾ ഫിനാൻസ് കമ്മീഷന്റെ ശുപാർശ സമർപ്പിക്കേണ്ടത് രണ്ട് സഭകളിലും സമർപ്പിക്കേണ്ടത് പ്രസിഡന്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിവിധ ഗവൺമെന്റുകൾ തമ്മിലുള്ള പണമിടപാടുകൾ ക്രമീകരിക്കുന്നതിനുള്ള ഒരു പൊതു ക്ലിയറിംഗ് ഹൗസായി, ജനറൽ ക്ലിയറൻസ് ഹൗസ്, പ്രവർത്തിക്കുന്ന ബാങ്ക് ഏതാണ്? അതായത് വിവിധ ഗവൺമെന്റുകൾ തമ്മിലുള്ള പണമിടപാടുകൾ ക്രമീകരിക്കുന്നതിനുള്ള ഒരു പൊതു ക്ലിയറിംഗ് ഹൗസായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്ക് ഏതാണ്? അത്
നാഗ്പൂരിലാണുള്ളത്. നാഗ്പൂരിലെ RBIയുടെ സെൻട്രൽ അക്കൗണ്ടിംഗ് സെക്ഷനാണ്. സെൻട്രൽ അക്കൗണ്ടിംഗ് സെക്ഷൻ. അടുത്ത ചോദ്യം. ട്രഷറിയിൽ നിന്നോ ബാങ്കിൽ നിന്നോ വലിയ തുകകൾ ഒരുമിച്ച് പിൻവലിക്കുമ്പോൾ അതിൻ്റെ പ്രാരംഭ കണക്കുകൾ സൂക്ഷിക്കുന്നത് ആരാണ്? ട്രഷറിയിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ വലിയ തുകകൾ ഒന്നിച്ച് പിൻവലിക്കുമ്പോൾ അതിൻ്റെ പ്രാരംഭ കണക്കുകൾ സൂക്ഷിക്കുന്നത് ആരാണ്? ആൻസർ ബന്ധപ്പെട്ട വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്. അടുത്ത ചോദ്യം. ട്രഷറികളിൽ ആവശ്യാനുസരണം പണം ലഭ്യമാക്കുന്നതിനായി റിസോഴ്സ് ഓപ്പറേഷൻ കൈകാര്യം ചെയ്യാനുള്ള ചുമതല അധികാരിക്കാണ്? നമ്മൾ വീണ്ടും അതേ ചോദ്യം റിപ്പീറ്റ് ചെയ്യാണ്. അത് കറൻസി ഓഫീസർക്കാണ്, RBIയുടെ കറൻസി ഓഫീസർക്കാണ്. അടുത്ത ചോദ്യം. ധനകാര്യ കമ്മീഷനെ രൂപീകരിക്കുന്ന ആരാണ്? നിയമിക്കുന്ന ആരാ? പ്രസിഡന്റാണ്. അടുത്ത ചോദ്യം. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് പ്രസിഡന്റ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ആർട്ടിക്കിൾ വെച്ചിട്ടാണ്? 280 ആണ്. ആർട്ടിക്കിൾ 280. ഇത്രയുമാണ് ഇതിലുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിലുള്ള മുഴുവൻ ചോദ്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കുമ്പോൾ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് വരും. ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിൽ കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. ഇപ്പം ഇവിടെ നമ്മൾ ഒരു ക്ലിയർ ആകാത്ത 2 കണ്ടന്റുകൾ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഈ CAG നടത്തുന്ന ഓഡിറ്റ്, CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ നടത്തുന്ന ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു കോംപ്രഹെൻസീവ് അല്ലെ സമഗ്രമായിട്ടുള്ള ഒരു ഓഡിറ്റാണ്. ഈ ഓഡിറ്റിനെയാണ് നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ 3 എന്ന് പറഞ്ഞാൽ 1 റെഗുലാരിറ്റി ഓഡിറ്റാണ്, 2 പ്രൊപ്രൈറ്റി ഓഡിറ്റാണ്, 3 എഫിഷ്യൻസി പെർഫോമൻസ് ഓഡിറ്റ്. അതിൽ ഈ 3ാമത്തെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി എഫിഷ്യൻസി പെർഫോമൻസ് ഓഡിറ്റാണ്. അത് വിട്, ബാക്കി 2ഉം തമ്മിൽ എന്താ വ്യത്യാസം? റെഗുലാരിറ്റി ഓഡിറ്റും പ്രൊപ്രൈറ്റി ഓഡിറ്റും എങ്ങനെയാ വ്യത്യാസപ്പെട്ട് നിൽക്കുന്നതാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. ഇനി റെഗുലാരിറ്റി ഓഡിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ റെഗുലാരിറ്റി ഓഡിറ്റ് നോക്കുന്നത്, ആ ഓഡിറ്റിൽ പ്രധാനമായും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കപ്പെടുന്നുണ്ടോ എന്നാണ് റെഗുലാരിറ്റി ഓഡിറ്റ് പരിശോധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെഗുലാരിറ്റി ഓഡിറ്റിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒരു സാമ്പത്തിക ഇടപാട് നിലവിലുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും ഭരണഘടനാപരമായ റൂൾസ് ആൻഡ് റെഗുലേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭരണഘടനാപരമായ വ്യവസ്ഥകൾക്കും അനുസൃതമാണോ എന്ന് ഈ സാമ്പത്തിക ഇടപാടെന്ന് ഉറപ്പാക്കേണ്ടത് ഈ റെഗുലാരിറ്റി ഓഡിറ്റാണ്. ഇനിയിപ്പോൾ അതിൽ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഒരു ഓഡിറ്റിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, ബജറ്റിലെ വ്യവസ്ഥകളും അല്ലെങ്കിൽ സർവീസ് റൂളുകൾ, സർക്കാർ ഉത്തരവുകൾ എന്നിവ പ്രകാരമാണോ ചെലവ് നടത്തിയത് എന്ന് പരിശോധിക്കും. അപ്പോൾ ഈ റെഗുലാരിറ്റി ഓഡിറ്റിൽ എന്താ പ്രധാന മാനദണ്ഡം, പ്രധാന കാര്യം എന്താ നോക്കുന്നത്? നിയമം അനുസരിച്ചാണോ ചെലവാക്കിയത്? പച്ചയ്ക്ക് പറഞ്ഞാൽ നിയമം അനുസരിച്ചിട്ടാണോ ചെലവാക്കിയത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ നിയമം അനുസരിച്ചാണോ ചെലവാക്കിയത്? ഈ ഉദ്യോഗസ്ഥന് ചെലവഴിക്കാൻ അധികാരമുണ്ടോ? അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ പാലിച്ചിട്ടുണ്ടോ? നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ഇത്രയുമാണ് ഈ റെഗുലാരിറ്റി ഓഡിറ്റിൽ പരിശോധിക്കുന്നത്. ഇനി നമ്മൾ പ്രൊപ്രൈറ്റി ഓഡിറ്റിലേക്ക് പോകുമ്പോൾ ഇതൊരു കുറച്ചുകൂടി ഹയർ ലെവലിലുള്ള ഒരു ഓഡിറ്റിംഗ് ആണ്. അപ്പോൾ ഇതിൽ നിയമപരമായിട്ടുള്ള ചട്ടക്കൂട് മാത്രമല്ല നോക്കുക, ഫിനാൻഷ്യൽ വിസ്ഡം, അതായത് സാമ്പത്തിക വിവേകത്തെയും പൊതു താല്പര്യത്തെയും കൂടി ഇത് മാനദണ്ഡമാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തുന്ന ചെലവാണെങ്കിൽ പോലും അത് ആവശ്യമാണോ അനാവശ്യമാണോ, പൊതുഖജനാവിന് നഷ്ടമുണ്ടാക്കുന്ന രീതിയിലാണോ എന്നുകൂടി പരിശോധിക്കും. പിന്നെ ഈ ചെലവഴിച്ച തുകയ്ക്ക് ആനുപാതികമായ നേട്ടം ലഭിക്കുന്നുണ്ടോ, ചെലവ് അമിതമാണോ, ഇത് പൊതുജന താല്പര്യത്തിന് വിരുദ്ധമാണോ എന്നൊക്കെ പരിശോധിക്കുന്നത് പ്രൊപ്രൈറ്റി ഓഡിറ്റിലാണ്.
അപ്പോൾ അതിൽ വളരെ വ്യക്തമായി, അപ്പോൾ ഒരു വ്യക്തി, ഒരു സാധാരണ വ്യക്തി ചെലവാക്കുമ്പോൾ, ഒരു സാധാരണ വ്യക്തി തന്റെ സ്വന്തം പണം ചെലവാക്കുമ്പോൾ കാണിക്കുന്ന ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ ഈ സർക്കാർ ചെലവുകളിൽ ഉണ്ടോ എന്ന് ശരിക്കും ഈ ഓഡിറ്റർ പ്രൊപ്രൈറ്റി ഓഡിറ്റിൽ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ പ്രൊപ്രൈറ്റി ഓഡിറ്റിൽ ഏറ്റവും പ്രധാനം എന്താ? ഈ ചെലവ് ആവശ്യമാണോ എന്ന് നോക്കും, അതോ അനാവശ്യത്തിന് പണം പാഴാക്കുകയാണോ എന്നും പരിശോധിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അതിൻ്റെ വിശദീകരണവും അത്ര മതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ റെഗുലാരിറ്റി ഓഡിറ്റും പ്രൊപ്രൈറ്റി ഓഡിറ്റും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും CAG നടത്തുന്നതാണ്. പിന്നെ CAG നടത്തുന്ന മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് എഫിഷ്യൻസി ആൻഡ് പെർഫോമൻസ് ഓഡിറ്റാണ്. എഫിഷ്യൻസി പെർഫോമൻസ് ഓഡിറ്റ് 3 തരത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത് CAG നടത്തുന്ന സമഗ്രമായ ഓഡിറ്റിനെ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇവിടെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു 2 തവണ കേൾക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളെ പറ്റി ഒരു ധാരണ വരും. അതിനൊക്കെ ശേഷം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ.